ഹായ് അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമാണെന്ന് നമ്മൾ വിചാരിക്കണേ. സന്തോഷവും സമാധാനമുള്ള ഒരു ജീവിതം നമുക്ക് നൽകണേ പഠിച്ചോനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ വീഡിയോ ആണ് തുടങ്ങാം. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് നമ്മൾ ഒരാഴ്ചയൊക്കെ നമ്മളെ നോമ്പ് പിന്നിട്ടിക്കണേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഹോട്ടലിൽ ഒക്കെ ഒരു ചിക്കൻ കറി നമുക്ക് ഉണ്ടാക്കണം. അതിന് കുരുമുളക്, ഉലുവ, നല്ല ജീരകം, പെരിഞ്ജീരകം, ഒരു പട്ടൻ്റെ കഷ്ണം, 2-3 ഏലക്കായി, അപ്പോൾ ഒക്കെ നമ്മൾ എടുത്തുക്കണേ. ഒക്കെ അരച്ച സ്പൂൺ എടുത്താൽ മതി. ഒരു 1/2 കിലോ ചിക്കൻ കാണി നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റിയായ ഒരു ഹോട്ടലിലൊക്കെ ഉണ്ടാവുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതൊന്ന് ചട്ടി ചൂടാക്കി കാണ്ട് അതിലിട്ട് കാണ്ട് ഒന്നുകൊണ്ട് വറുത്തെടുക്കുകയാണ്. ചെറു തീയിൽ കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒന്നും അളവ് കൂട്ടാൻ പാടില്ല. 1/2 കിലോ ചിക്കനിക്ക് 1/2 സ്പൂൺ വെച്ചാൽ നമ്മളിതൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നുകൊണ്ട് വറുത്തെടുക്കുകയാണ്. നല്ല ജീരകം, പെരുംജീരകം, പിന്നെ കുരുമുളക്, ഉലുവ, ഇതൊക്കെ എടുത്തിട്ടുണ്ടത്. ഞാൻ പറഞ്ഞതിൽ തെറ്റിക്കണമെന്നാവാം, നിങ്ങൾ കണ്ടു നോക്കി. അപ്പോൾ പിന്നെ ഉണക്കമുളക്, മല്ലിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂട്ടട്ടെ. അപ്പോൾ നമ്മളെടുത്തുള്ള സാധനങ്ങൾ വെച്ച് കണ്ടട്ടെ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മളത് വറുത്തതിന് ശേഷം ചട്ടി ഒന്ന് ഓഫാക്കി. നല്ല കട്ടിയുള്ള ചട്ടിയാട്ടാ. അപ്പോൾ ലേശം മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ മുഴുവനായിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. നമ്മളെടുത്തുള്ള സാധനങ്ങൾ വെച്ചാട്ടെ നമ്മൾ ഉണ്ടാക്കേണ്ടത്. നല്ല ടേസ്റ്റിയായ ഒരു കറിയാണ്. ഇപ്പം നമ്മളെ വായിക്കൊക്കെ ഒരു രുചിയുള്ളത്, നോമ്പൊക്കെ ഇങ്ങനെ നോറ്റി കുറേ കഴിയുമ്പോൾ നമുക്കിങ്ങനെ വായിക്കൊക്കെ ഒന്ന് രുചിമാറ്റം നല്ലതാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതും ഒക്കെ ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നുണ്ട് ഒഴിച്ച് വെച്ചിക്കണ്, കരിയാതെ ആക്കണം. അപ്പോൾ പിന്നെ നമ്മൾ ആ ചട്ടിയിൽ തന്നെ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കാണ്ട് നമുക്ക് ഉള്ളിയിൽ വാട്ടിയെടുക്കുക. കുറച്ച് കൂടുതൽ ഉള്ളിയൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഗ്രേവിയൊക്കെ വേണം. അപ്പോൾ നമുക്ക് അതിക്ക് നല്ലൊരു നെയ്ച്ചോറ് വെക്കാനുണ്ട്. അപ്പോൾ ഉള്ളി വാട്ടില്ല. അപ്പോൾ നമ്മൾ തക്കാളി ഒന്ന് വേവിച്ചെടുക്കട്ടോ. ആ തക്കാളിൻ്റെ ആ പച്ചച്ചയൊക്കെ ഒന്ന് വിടാൻ വേണ്ടിയിട്ട് അതൊന്ന് ലേശം വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഒന്നുകൊണ്ട് മൂടിയിട്ട് വേവിച്ചാൽ അപ്പോൾ ഒന്ന് നല്ലൊന്ന് വെന്തോളൂ. 2 മിനിറ്റ് ഒന്നുകൊണ്ട് വേവിച്ചാൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നല്ലൊരു നെയ്ച്ചോറ് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാലാവസ്ഥക്ക് പറ്റിയ ഒരു നെയ്ച്ചോറാണ്. ചൂട് കാലത്തിനും ചൂടിനും നോമ്പിനും ഒക്കെ പറ്റിയ നെയ്ച്ചോറാട്ടോ. ദാഹിക്കാൻ പാടില്ലാത്തൊരു നെയ്ച്ചോറാണ്. ദാഹിക്കൂല, ദാഹവും ക്ഷീണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ തക്കാളിയൊക്കെ വേവിച്ച് കാണുന്നുണ്ട് എടുത്ത് വെച്ച്. അപ്പോൾ നമ്മൾ കുറേശ്ശെ വെളിച്ചെണ്ണ തന്നെ കൂട്ടുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കുമ്പോൾ ലേശം വെളിച്ചെണ്ണയൊക്കെ നല്ലതാണ്. അപ്പോൾ കറിക്കൊക്കെ ഒന്ന് ടേസ്റ്റൊക്കെ കൂടുതൽ. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ കുറച്ച് കൂടുതൽ എടുത്തുകൊണ്ടാ. അപ്പോൾ അതൊക്കെ നമ്മൾ മട്ടത്തിന് എടുക്കുക. അപ്പോൾ ഒരു 4-5 ഉള്ളിയൊക്കെ വലിയ വലുപ്പമില്ലാത്ത ഉള്ളി ഒക്കെ അരിഞ്ഞിട്ടിക്കണേ. അപ്പോൾ നമ്മൾ അതൊന്ന് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൊണ്ട് ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇത് നല്ലതായിട്ട് വേവണം കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പൊന്ന് മാറ്റി വെച്ച്, നമുക്ക് സമയമില്ല. അപ്പോൾ രാവിലെ തന്നെ നമ്മളതാണ്ട് വെച്ച് വെക്കുകയാണ്. ഈ കറി ഇരിക്കണിടത്തോളം ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ കുറച്ച് നേരത്തെ കണ്ടുകാണ്ടൊക്കെ വെക്കണം കേട്ടോ. നമ്മൾ ആ തിന്നാൻ നേരത്തൊന്ന് പിന്നെ ഉണ്ടാക്കൽ ശരിയാവില്ല. കുറച്ച് നേരത്തൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ മസാല കുഴച്ച് വെച്ചിനി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഇട്ടുകാണ്ട് ഒരു ഇത്തിരി ചെറുനാരങ്ങ പിഞ്ഞിങ്ങാണ്ടാണ് കേട്ടോ നമ്മൾ കുഴച്ച് വെച്ചിൻ്റെത്. അതിന് ചെറുനാരങ്ങ ഇല്ലെങ്കിൽ ഇത്തിരി സുക്ക ഇറ്റിച്ചാലും മതി. അപ്പോൾ അതൊന്ന് കുഴച്ച് വെച്ചിനി. അങ്ങനെ കുഴച്ചുകാണ്ട് നമ്മളൊന്ന് ഒരു ഇത്തിരി വെളിച്ചെണ്ണയിൽ ഒന്നുകൊണ്ട് മൊരിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് മൂടിയിടണമുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ചൊന്ന് വെന്തോട്ടെ വെച്ചിട്ട് വേവിഞ്ഞ് ബാക്കിയാണ്. അപ്പോൾ പിന്നെ 2 പുറമൊന്ന് മൊരിച്ച് കാണ്ട് കണ്ടെടുക്കട്ടെ നമുക്ക്. അപ്പോൾ അതൊന്നുകൊണ്ട് മറിച്ചിട്ട് കൊടുക്കുക. ഒന്നുണ്ട് അപ്പുറം ഇപ്പുറമൊക്കെ ഒന്നുകൊണ്ട് മൊരിഞ്ഞോട്ടെ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് അയക്കണട്ടെ നമ്മളിത് കുഴച്ച് വെച്ചിട്ട്. അപ്പോൾ അപ്പുറത്തെ അടുപ്പുമ്മൽ നമ്മൾ ആ ഉള്ളി ചെറു തീയിലിങ്ങനെ വേവിടുന്നുണ്ട്. അത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അടുപ്പുമ്മ കണ്ട് വെച്ച് അതും അവിടെ ചെറു തീയിൽ നിൽക്കട്ടെ. അങ്ങനെ ഒന്ന് ചെറുതായിട്ട് നിരിഞ്ഞോട്ടെ. അപ്പോൾ ഇതിലേക്ക് ലേശം ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഉള്ളി ചോന്നുണ്ട്. ഉള്ളി അല്ലാത്ത മാതിരി ഉണ്ടാവണം കേട്ടോ. കടിക്കാനൊന്നും പാടില്ല. ഇനി കുക്കറിലിട്ട് വേവിച്ചാലും മതി. കുക്കറിലിട്ട് വേവിച്ചുമ്പോൾ ലേശം ടേസ്റ്റ് കുറയും. ഇങ്ങനെ വേവിച്ചുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് കിട്ടൽ. അപ്പോൾ അതിക്ക് നല്ല എരിവ് കുറഞ്ഞ പച്ചമുളക് ആട്ടത്. ഒരു 4 പച്ചമുളക് കീറിയിട്ടൊന്നുമില്ല, അച്ചയിൽ കണ്ടിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ആ തക്കാളി ഉണ്ടല്ലോ അത് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്നുകൊണ്ട് അടിച്ചുകാണ്ട് അതുകൊണ്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആ ജാറ് കഴുകിയ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം ഇങ്ങനെ നമുക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കട്ടോ. അങ്ങനെ മുറുകി വരും. വൈകുന്നേരം ആകുമ്പോഴത്തേനുള്ളതാണ്.
അപ്പോൾ നമ്മൾ ആ പൊരിച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിക്കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. ചിലർക്ക് അറിയാത്തവർക്ക് അറിയാനും ഒന്ന് അറിയണവർക്കൊന്ന് ഓർമ്മ ആകാനും വേണ്ടിയിട്ടാ. അപ്പോൾ നമ്മളെ ഇപ്പോഴത്തെ കാലാവസ്ഥക്കൊക്കെ നമുക്ക് നോമ്പൊക്കെ ഇങ്ങനെ നോറ്റ് കുറേ കഴിയുമ്പോൾ നമുക്ക് വായിക്കൊക്കെ ഭയങ്കര രുചിമാറ്റമൊക്കെ നല്ലതാണ്. അപ്പോൾ ലേസം മിൽമ തൈര് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, കുറച്ചിട്ടാ ഒരു 2 സ്പൂണ് 2-3 സ്പൂണ് അത്ര മതി, കൂടുതലാവണ്ട. നോമ്പറക്കുമ്പോൾ ഉള്ളതാണ്, അധികം പുളി കൂടാനൊന്നും പാടില്ല. അപ്പം ഇനി ഒന്നണ്ട് മൂടിയിട്ട് കാണ്ട് വേവിക്കട്ടാ. അപ്പോൾ ചിക്കൻ്റെ വേവ് കഴിഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ ചിക്കൻ ഒന്നുണ്ട് വെന്തൊന്ന് സെറ്റാവാണ്ട് എളുപ്പത്തിലുണ്ടാക്കും ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇപ്പം തന്നെ നല്ല വാസന ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാൻ ഇതിലേക്കുള്ള നമ്മൾ മസാല ഇട്ട് കൊടുക്കാനുണ്ട്. ആ മസാല ഇടുമ്പോഴാട്ടോ അതിൻ്റെ നല്ലൊരു ഇത് വരൽ. കടായി മസാല ഇതാ നമ്മൾ അതിക്കണ്ടിട്ട് കൊടുക്കാം. അപ്പോൾ ആ മസാല നമ്മളതിക്ക് പൊടിച്ച മസാല ഇട്ട് കൊടുത്ത് ഇപ്പോൾ ചിക്കൻ്റെ വേവൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പം ഇനി കുറച്ച് മല്ലിയില നമുക്കന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി അതിക്ക് 1-2 സാധനം കൂടി ഇടാനുണ്ട് കേട്ടോ. അത് നമുക്ക് കിട്ടിയെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നോമ്പറക്കാനാകുമ്പോഴത്തേന് കിട്ടുമെന്ന് വിചാരിക്കണേ, അത് കൊണ്ടുവന്നില്ല. അപ്പോൾ നമ്മൾ ഇടുമ്പോൾ കാണിച്ച് തരാം. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ച് കാണ്ട് ഉണ്ടാക്കുക, ഒന്നും പ്രശ്നമില്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കേണ്ടി, നല്ല ടേസ്റ്റിയാണ് നെയ്ച്ചോർക്ക്. അപ്പോൾ നമ്മൾ നെയ്ച്ചോറാട്ടോ വെക്കാൻ പോണത്. അപ്പോൾ ഇത് ജോക്കർ അരിയാണ്. ജോക്കർ അരി കുറച്ച് ഉറപ്പുള്ള അരി കേട്ടോ. അപ്പോൾ ഇതൊരു മണിക്കൂർ നേരം ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. നല്ല കഴുകിക്കാണ്ടൊന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അല്ലെങ്കിലും നോമ്പിനൊക്കെ നെയ്ച്ചോറ് വെക്കുമ്പോൾ കുറേ നേരം വെള്ളത്തിൽ കിടക്കണം. എന്താ വെച്ചാൽ നമുക്ക് ഭയങ്കര ദാഹം ഇങ്ങനെ വരും. അരി വെള്ളം കുടിച്ചാൽ പിന്നെ നമ്മൾ വല്ലാതെ വെള്ളം കുടിച്ചേണ്ടി വരില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് പിന്നെ കുട്ടികളായിട്ടൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ പോയി, പിന്നെ കുട്ടികൾ പെരുന്നാളൊക്കെ ആവില്ലേ, അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കാനൊക്കെ പോയൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് വന്നതിന് ശേഷം കറി വെച്ച് പോയാൽ വൈകുന്നേരം വന്നതിന് ശേഷം ചോറ് വെച്ചാൽ മതി. അതിനൊക്കെ പറ്റിയൊരിതാണ് കേട്ടോ. നമുക്കൊന്നൊരു വൈക്ക് പോകാനുണ്ട്, ഡ്രസ്സ് എടുക്കാനൊന്നും അല്ല കേട്ടോ, നല്ലൊന്ന് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ വാട്ടി വട്ട ഗ്രാമ്പൂ അതൊക്കെ ഇട്ടെടുത്തിക്കണേ. ഒരു ഉള്ളി ഇതായതിന് ശേഷം ഉള്ളി എനിക്ക് ഒരുങ്ങാണ്ട് 1/2 സ്പൂണ് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അരിക്ക് ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളവും ഇനി അതിക്ക് കൂടുതലായിട്ട് കുറച്ചും കൂടി ഒഴിക്കണുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. ഒരു 3-4 പച്ചമുളകും നെടുകാണ്ട് ഇട്ട് കൊടുത്ത് ചിക്കറിയിട്ടൊന്നുമില്ല, എരിവ് കുറഞ്ഞ പച്ചമുളക് കേട്ടാ. അപ്പം നമ്മൾ ഇതാട്ടോ ഇതിന് കൂട്ടേണ്ടത്. ഒരു മുറി തേങ്ങൻ്റെ പാല്, ഒരു 1.5 ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാട്ടാ, അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളമായിട്ടാ. വെള്ളമൊന്നും ഈ അരിക്ക് കൂടില്ല. വെള്ളം കുറച്ച് മുന്തി ഇപ്പം നിൽക്കേണ്ടത് നല്ലതാണ്. അപ്പോഴേ നമുക്ക് ദാഹവും ക്ഷീണമൊന്നും ഇല്ലാതെ നിൽക്കുള്ളൂ. അപ്പോൾ ആ തേങ്ങാപ്പാൽ നല്ലൊരു ഇത് കൊടുക്കും, ചോറിന് ടേസ്റ്റും കൊടുക്കും, ദാഹവും ക്ഷീണമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഡാൽഡ നെയ്യ് ഇപ്പോൾ എടുക്കായി നല്ല കേട്ടോ. ഡാൽഡ നെയ്യ് ഭയങ്കര ക്ഷീണമാണ്, വളർച്ചയാണ്, ഭയങ്കര ദാഹമൊക്കെയാണ് ഈ കാരം. അപ്പോൾ ഇപ്പം നമുക്കത് ഇല്ലാത്ത കേട്ടോ നല്ലത്. 6 kg മതി. 6 kg നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ലേശം ഓയിലാട്ടോ ഞാൻ പിന്നെ ഉള്ളി വാട്ടിയത്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ കൊണ്ട് തന്നെ ചോറ് നല്ല പദം വരും, നല്ല ടേസ്റ്റും വരും, നല്ല കളറും കിട്ടും. അപ്പം ഇനി ചോറൊക്കെ അയക്കണം ഇവിടെ. അപ്പോൾ കുക്കറിലാട്ടോ നമ്മൾ വെച്ചത്. ഈ കുക്കറിൽ വെക്കുമ്പോൾ തന്നെ അധികം ഒരു ടേസ്റ്റാണ്. ഇങ്ങനത്തെ കുക്കറിലൊക്കെ ചോറ് വെക്കണം. അപ്പോൾ ലേശം കരിവേപ്പില ഇട്ട് കൊടുത്ത് ഇതിന് പിന്നെ വിസിലൊന്നും ശരിയല്ല കേട്ടോ. അപ്പം ഞാൻ ടൈം കണക്കാക്കലാണ്. അപ്പോൾ ചോറ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല നെയ്ച്ചോറ് ഇവിടെ റെഡി ആക്കണേ, നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിക്ക് ഈ ചിക്കൻ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 4 മണി ഏകദേശമൊക്കെ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അണ്ടിപ്പരിപ്പ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി ഇന്നിപ്പോൾ ചോറ് വെക്കാന്ന് പറയുമ്പോൾ കാക്ക കൊണ്ടുവന്ന് തന്നാട്ടാ. തരിയൊക്കെ ഇതുവരെ അണ്ടിപ്പരിപ്പില്ലാതെയാണ് കുടിച്ചിട്ടുണ്ടത്. നെയ്ച്ചോറ്റിക്ക് അണ്ടിപ്പരിപ്പില്ലാഞ്ഞാൽ ശരിയാവില്ല എന്നും പറയുകയാണ്ടേ അപ്പോളപ്പം കിട്ടിയത് കേട്ടാ. അപ്പോൾ ലേശം മല്ലിച്ചപ്പവും ഇതൊക്കെ നമ്മളെ ഒരു ഫോട്ടത്തിനൊന്ന് കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇടുകയാണ്. മല്ലിച്ചപ്പിനൊന്നും ആവശ്യം നെയ്ച്ചോറ്റിക്കില്ല. അപ്പോൾ നമ്മൾ കറിക്ക് ഇനി ലാസ്റ്റ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു ഉള്ളി കുറച്ച് വലുതാക്കിക്കാണ്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു കാപ്സിക്കത്തിൻ്റെ അരഭാഗവും നമ്മൾ ഇട്ട് കൊടുത്തിക്കണേ. ഒന്ന് വാടിക്കാണ്ട് നമ്മൾ ഒന്ന് വറവിടുകയാണ്. അപ്പോൾ വൈകുന്നേരമായി തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ അഭിപ്രായങ്ങൾക്കൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ.
അപ്പോഴാണ് എന്തൊക്കെയാണ് നമുക്ക് തിരുത്താനുള്ളതെന്നൊക്കെ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ നോമ്പർക്കലും നിസ്കാരം ഒക്കെ കഴിഞ്ഞാണ്ട് നമ്മൾ ചോറ് വയ്ക്കാൻ നിൽക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റിയായ നെയ്ച്ചോറ് ഇവിടെ റെഡി ആക്കണേ. അപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ പോകുന്ന ദിവസം നമുക്ക് പത്തിരി ഒന്നും ഉണ്ടാക്കാൻ കഴിയാത്ത ദിവസമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി, എളുപ്പമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.